Hey Alexa, make master warm. I'm not quite sure how to help അയ്യോ you. ഞാനെന്നുള്ളത് മെറീന വണ്ണിലാണ്. കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ് മെറീന വൺ. സോ ഈ ഒരു മെറീന വണ്ണിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ഇൻറ്റീരിയർ വർക്കോ ഓട്ടോമേഷനോ ഫർണിഷിങ്ങോ ഒന്നും നമ്മൾ ചെയ്തിട്ടല്ല ഒരു ക്ലയൻറ്റിന് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യാം. അതൊക്കെ ഒരു ക്ലയൻറ്റ് സ്വമേധയാ ചെയ്യുന്നതാണ്. സോ നമ്മളിത് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് ക്ലയൻറ്റ് സ്വമേധയാ ചെയ്ത ഇൻറ്റീരിയർ വർക്ക് ഓട്ടോമേഷൻ ഇതൊക്കെ ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റ്. ഇതിലൂടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്ന മെറീന വണ്ണിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക്. അതായത് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഓട്ടോമേഷനും ഇൻറ്റീരിയർ വർക്കും ഫിനിഷിങ്ങും ഒക്കെ കഴിഞ്ഞ ഒരു അപ്പാർട്ട്മെൻറ്റ് അതെങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആദ്യം തന്നെ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടാലോ? വാ. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഓട്ടോമേഷൻ ചെയ്തത് വൈറ്റ്കം ടെക്നോളജീസ് ആണ്. സോ വൈറ്റ്കം ടെക്നോളജീസിൻ്റെ അഗ്ലേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ഈ ഫ്ലാറ്റിനെ കുറിച്ചും അറിയാം അല്ലേ? ഹായ് Alexa, we are here. Okay. സോ ചേട്ടൻ്റെ ഈ ഒരു മെറീന വണ്ണായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? അതായത് മറീന വൺ എന്ന് വെച്ചാൽ സ്പേഷ്യസ് ആയിട്ട് അപ്പാർട്ട്മെന്റ്സ് കൊടുക്കുന്ന ഒരു പ്രീമിയം പ്രൊജക്റ്റ് ആണ്. അപ്പോൾ പ്രീമിയം അപ്പാർട്ട്മെന്റ്സിൽ പ്രീമിയം ക്ലയൻസിന് വേണ്ട രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഡൈനിങ് സ്പേഷ്യസ് റൂംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ലിവിങ് സ്റ്റൈൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന മറ്റ് അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റിൽ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേഷ്യസ്നെസ് ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സോ ഫർണിച്ചേഴ്സ് ആഡ് ചെയ്താലും അതങ്ങനെ കൺജസ്റ്റഡ് ആയി പോകില്ല. അതൊരു സ്പേഷ്യസ് ആണ്. അത് കൂടാതെ 12 ടവറിലെ ഏകദേശം 1200 അപ്പാർട്ട്മെന്റിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ കൂടി അതിനൊരു എല്ലാ അപ്പാർട്ട്മെന്റ്സിനും നല്ല രീതിയിൽ നേച്ചുറൽ ലൈറ്റും റിവർ വ്യൂവും കിട്ടുന്ന രീതിയിലുള്ള വാട്ടർ ഫ്രണ്ട് പ്രൊജക്റ്റ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ മാക്സിമം ഇലക്ട്രിക്കൽ ഡിവൈസും ഓട്ടോമേഷൻ ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനും പറ്റുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റീരിയർ വർക്കും ഓട്ടോമേഷനും ഒക്കെ ചെയ്തോണ്ട് തന്നെ അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ അത്തരം കസ്റ്റമേഴ്സിന് ഇത്തരത്തിലുള്ള സ്പേസ് ആണ് ആവശ്യം. കൺജസ്റ്റഡ് ആയാൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇവിടെ ആർക്കും ഫീൽ ചെയ്യുന്നില്ല. ഫ്രീ ആണ്. നമ്മൾ ചെയ്തു കൊടുത്ത കസ്റ്റമേഴ്സിനും അവരുടെ അഭിപ്രായം അതാണ്. അവർക്ക് ഫ്രീ ആയിട്ട് അവരുടേതായ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയ ഹെൽപ്ഫുൾ ആണ്. ഓട്ടോമേഷനും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു കമാൻഡ് ട്രൈ ചെയ്ത് നോക്കാം. അലക്സ, let's relax. Okay. കുറച്ചുകൂടി ഈസിനെസ് പ്രൊവൈഡ് ചെയ്യാനല്ലേ ഈ ഓട്ടോമേഷൻ ഒക്കെ? നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു തീം ബേസ്ഡ് ഓട്ടോമേഷനാണ്. സ്മാർട്ട് ഹോം എന്നൊരു കൺസെപ്റ്റ് ആണ്. മോഡേൺ ടെക്നോളജി. അതെ. സാധാരണ ഒരു ഓട്ടോമേഷൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് മൊബൈൽ ആപ്പോ കാര്യങ്ങളോ ഉപയോഗിച്ച് ഇൻഡിവിജ്വലി ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മൊബൈലോ റിമോട്ട് ഉപയോഗിച്ച് കട്ടൻ AC ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റിൽ അവർക്ക് ഒരു വാം ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കട്ടൻ അടയണം, AC എല്ലാം വർക്ക് ചെയ്യണം. ഒറ്റ കമാൻഡിൽ എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുക. അവരുടെ ലൈഫ് സ്റ്റൈൽ സ്മാർട്ടായി കൊടുക്കുക. ഇവിടെ ഇതുപോലെ വന്നിരുന്നിട്ട് റിലാക്സ് ചെയ്യുക. എഴുന്നേറ്റ് പോകാൻ നേരത്ത് അലക്സ മേക്ക് ഓൾ കൂൾ. ഇങ്ങനെ കൂൾ അറ്റ്മോസ്ഫിയർ പറഞ്ഞാൽ റിലാക്സിങ് കഴിഞ്ഞിട്ട് അവർക്ക് എഴുന്നേറ്റ് അവരുടെ പ്രൊഡക്റ്റീവ് മൂഡ് അനുസരിച്ച് നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി കാം ആൻഡ് വൈബ്രന്റ് ആക്കുക, കുറച്ചുകൂടി ഈസി ആക്കുക. നമ്മൾ എൻ്റെ ലിവിങ്ങിനനുസരിച്ചിട്ട് ആംബിയൻസിനെ നമ്മളൊന്നും കൂടെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവരുടെ പ്രത്യേകിച്ച് പ്രീമിയം കസ്റ്റമേഴ്സ് അവരെപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വീടായിരിക്കണം അവരുടെ റിലാക്സിങ് സ്പേസ്. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ അവർക്ക് എല്ലാം ബുദ്ധിമുട്ടാക്കരുത് ഒരു കാര്യം. അവർ ഓൾറെഡി ടഫ് ഡേ ലൈഫിൽ നിന്നാണ് അവർ റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊരു ആംബിയൻസ് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പീസ്ഫുൾ ആംബിയൻസ് ഒരുക്കി കൊടുക്കുക, ഒരു സെറീൻ കൂൾ ആൻഡ് പീസ്ഫുൾ ആംബിയൻസ്. സോ വൈറ്റ്കം ടെക്നോളജീസ് ആയിട്ട് സാർ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ അറിഞ്ഞാലോ? അത് നമ്മൾ ബേസിക്കായിട്ട് ആദ്യം നമ്മളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യും. ഇതേപോലെ കർട്ടൻസ്, ലൈറ്റ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു 4 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മിനിമം ഒരു 10 കർട്ടൻസ് വരും. അതെല്ലാം ഒരു ഇന്റീരിയർ ഡിസൈൻ അനുസരിച്ച് ഒരു 3 മീറ്റർ 4 മീറ്റർ വൈഡ് ആയിരിക്കും. അത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും വരുന്നവർക്ക് ഇതെല്ലാം ഒരു ഹസലാണ്. AC എല്ലാം 7-8 AC ഓണാണോ ഓഫാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ല കയറി വരുമ്പോൾ കീ എടുത്തുകൊണ്ട് നടക്കുക. ടി വി ഓണാക്കുമ്പോൾ പോയി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാൻ നിൽക്കണം. അതിന് പകരം ലെറ്റ്സ് വാച്ച് മൂവി എന്ന് പറഞ്ഞാൽ അലക്സയോട് പറഞ്ഞാൽ ടിവിയുടെ ഒപ്പം തന്നെ ലൈറ്റ്സ് എല്ലാം തന്നെ ഓഫ് ആവണം, കർട്ടൻസ് അടയണം. അങ്ങനത്തെ ഒരു ഈസിനെസ് ലിവിങ്ങിന് ഫ്രീ ആക്കി കൊടുക്കുക. ഇത്ര പ്രീമിയം അപ്പാർട്ട്മെന്റ്സിൽ അവർ മാക്സിമം ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉപയോഗിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കമാൻഡിലൂടെയോ അല്ലെങ്കിൽ ഒരു ടച്ചിലൂടെയോ കൺട്രോൾ ചെയ്യുക, സ്മാർട്ട് ആക്കുക അവരുടെ ഇന്റീരിയർ. സ്മാർട്ട് ഹോം കോൺസെപ്റ്റ് നമുക്ക് കൂടുതൽ കണ്ടാലോ. ഇത് അതേപോലുള്ള ഒരു ഓട്ടോമേഷൻ ആണ്. നമ്മൾ ഇവിടെ എല്ലാ സാധാരണ വീടുകളിൽ കാണുന്ന പോലെ എല്ലാ ഡിവൈസസിനും ഇൻഡിവിജ്വൽ സ്വിച്ചസ് ഉണ്ട്. അത് കൂടാതെ നമ്മളിങ്ങനെ പ്രോഗ്രാമബിൾ സ്വിച്ചസും കൊടുക്കും. അതായത് എല്ലാം ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്യാതെ ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ബട്ടൺ ക്ലിക്കിൽ ഡൈനിങ് മൊത്തം വാം കളർ ആവും, ലിവിങ് എല്ലാം ഓഫായി. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 8-10 സ്വിച്ചസ് ഓപ്പറേറ്റ് ചെയ്യണം. അതിനൊരു ഒറ്റ ബട്ടൺ മതി. ഈ ബട്ടൺ തന്നെ ലോങ് പ്രസ് ചെയ്താൽ അവർക്ക് ഈ ഏരിയ വൈറ്റ് കളറായിട്ട് മാറും. അവർക്ക് ഇപ്പൊ ലൈറ്റ്സ് കളർ ചേഞ്ചിങ് ആണ്. കുറച്ചു നേരം ഫാമിലി ഇരുന്ന് റിലാക്സ്ഡ് ആയെങ്കിൽ വൈറ്റ് ആക്കിയാൽ കുറച്ച് എനർജറ്റിക് ആവാം. അങ്ങനത്തെ പിന്നെ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് പോയാൽ എല്ലാ ലൈറ്റ്സും ഓഫായി നമുക്ക് ബെഡ്റൂംസിലേക്ക് പോവാം. അങ്ങനത്തെ ഒരു രീതിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ഡിസൈനുള്ള രീതിയിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഏരിയാസ് എല്ലാം ഇതേപോലെ മോഷൻ സെൻസേഴ്സ് വെക്കും. ബാത്റൂംസ്, കോറിഡോർസ് എല്ലാം മോഷൻ സെൻസിങ് ലൈറ്റ്സ് ആണ്. മൂവ്മെന്റ് അനുസരിച്ചിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഇത് ബെഡ്റൂംസ് ആണല്ലേ? ഇതെല്ലാം ബെഡ്റൂംസ് ആണ്. എല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ബെഡ്റൂമിൽ വന്നിട്ട് നമുക്ക് എല്ലാം ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്യണ്ട. അവർക്ക് അതിനുള്ള സമയമില്ല. അതൊന്ന് റിലാക്സ് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പൊ അലക്സ മേക്ക് ബെഡ്റൂം 2 ഓൺ. ബെഡ്റൂം 2 എന്ന് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഓൺ എന്ന് പറഞ്ഞാൽ അത് ഓൺ ആവും, ഓഫ് എന്ന് പറഞ്ഞാൽ അലക്സ ഓപ്പൺ ബെഡ്റൂം 2 കർട്ടൻ 2. ലേക്ക് സൈഡ് വ്യൂ വരുന്ന ഒരു ബെഡ്റൂം ആണല്ലേ ഇത്? എല്ലാ ബെഡ്റൂംസിനും ഇതേപോലെ നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു ഏകദേശം 3 മീറ്റർ വൈഡുള്ള ഫുൾ നല്ല ഗ്ലാസ് ഏരിയയുടെ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമേറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ആംബിയൻസ് അവർക്ക് കിട്ടുകയും ചെയ്യും. നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റും. കാരണം ഇത്ര കർട്ടൻസ് ചെയ്താലേ ഇന്റീരിയറിന് ഒരു ആംബിയൻസ് ഉള്ളൂ. പക്ഷെ ഇത്ര ഹൈറ്റിൽ വരുമ്പോ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിച്ച് 2 സൈഡും തുറക്കുക. ഇപ്പൊ തന്നെ ഒരു 4 മീറ്റർ ഉണ്ട്. അപ്പൊ അത്തരം സ്ഥലത്ത് ഓട്ടോമേഷനും ഇതേപോലെ നമുക്ക് ഒരുപാട് സാധ്യത. വലിയ വിൻഡോസും കൊടുത്തു. ഈ പ്രൊജക്റ്റിലെ എല്ലാ അപ്പാർട്ട്മെന്റ്സിലും ഇതേപോലെ നല്ല സ്പേഷ്യസ് ആണ്. നല്ല രീതിയിൽ നേച്ചർ വ്യൂവും കിട്ടുന്നുണ്ട്. അതേപോലെ കമാൻഡ്സിന് പകരമായിട്ട് നമുക്കിപ്പോൾ ഇതെല്ലാം കമാൻഡ് പറയാതെ ഇറങ്ങിപ്പോണം. കമാൻഡ് പറയാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇതേപോലെ പ്രോഗ്രാമബിൾ സ്വിച്ചസ് വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു ഒറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോയാൽ എൻ്റെ റൂംസും ഓഫായിട്ട് നമുക്ക് പോവാം. ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്ത സമയം നഷ്ടപ്പെടുത്തണ്ട. റിമോട്ട് സ്വിച്ചില് അതും കംപ്ലീറ്റ് ആയി. AC അടക്കം ഓഫ് ആവും. റിമോട്ട് തപ്പി നടക്കണ്ട. TV ഓഫ് ആവും, ഫാൻസ് ഓഫ് ആവും എല്ലാം. ഇത് ഓരോ ബെഡ്റൂമും ഓരോ തീമിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള സ്പേഷ്യസ് ഉണ്ട് പല രീതിയിൽ. സീലിംഗ് അടക്കം പല മോഡൽസിൽ അവർക്ക് ചെയ്യാം. ഹേ അലക്സ മേക്ക് മാസ്റ്റർ കൂൾ. ഇതാണല്ലേ മാസ്റ്റർ ബെഡ്റൂം? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്യാം. ലൈറ്റ്സ് കളർ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം, കൂളാക്കാം. അതായത് ചിലവരുടെ ഇന്റീരിയറിന് ഇപ്പൊ ഈ കണ്ടുപോലെ വുഡൻ ഫിനിഷിങ് കൂടുതലായിരിക്കും. അപ്പൊ അതിന് ഈ വാം കളർ വന്നു കഴിഞ്ഞാൽ ഇന്റീരിയർ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ബെഡ്റൂമിന്റെ തീമിനനുസരിച്ചിട്ട് ലൈറ്റ് ഒക്കെ ചൂസ് ചെയ്ത് നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വാം ആക്കിക്കൂടെ? ഹേ അലക്സ മേക്ക് മാസ്റ്റർ വാം. അയ്യോ അലക്സ സ്റ്റോപ്പ്. നമ്മളോട് പറഞ്ഞു സംശയിച്ചല്ല, സ്പേസ് ഇട്ടല്ല. ഹേ അലക്സ മേക്ക് മാസ്റ്റർ വാം. ഇത് വാം ആവുമ്പോൾ വൈറ്റ് ലൈറ്റ് കയറരുത്. ഇപ്പൊ കട്ടൻ അടയണം. AC ടെമ്പറേച്ചർ വാമിലേക്ക് പോകണം. വാം ടെമ്പറേച്ചർ ആവണം. അതൊക്കെയാണ് കൺസെപ്റ്റ്. റിലാക്സേഷനും ആണ്. ഒന്ന് അങ്ങനത്തെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അതായത് ഡിമ്മാക്കി ലൈറ്റ്സ് ഇട്ടിട്ട് സ്ലീപ്പ് പോവാൻ ഉറങ്ങാനായിട്ട് ആ റിലാക്സിങ് മൂഡ് വരുത്തുക. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഒറ്റ സ്വിച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യാം.
അതായത് ബ്രൈറ്റ്നസ് ഫുൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറിയ ബ്രൈറ്റ്നസ്സിലായിട്ട് dim ആക്കിയിട്ട്. ഇതും ലേക്ക് സൈഡ് വ്യൂ തന്നെയാണല്ലേ വരുന്നത്? എല്ലാ അപ്പാർട്ട്മെന്റ്സിനും ആ ഒരു ലേക്ക് സൈഡ് വ്യൂ അല്ലെങ്കിൽ മാക്സിമം ഒരു നേച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഡ്രസ്സിംഗ് ഏരിയ ഇത് വാക്കിംഗ് വാർഡ്രോബ് പോലെ ഒരു ഏരിയ ബാത്റൂംസിലേക്ക് പോകുന്നു. ഇത് ഇവിടുത്തെ ക്ലയന്റ് ഇവരുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. നമുക്ക് പല രീതിയിൽ കസ്റ്റമൈസേഷൻ ഈ ഒരു ക്ലയന്റിന് ഇതാണ് സൂട്ടബിൾ, അവർക്ക് ഈ രീതിയാണ് സൂട്ടബിൾ ചെയ്തത്. ചിലവരൊരു ബെഡ്റൂം ഇപ്പൊ 3 ബെഡ്റൂമും ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്, 4 ബെഡ്റൂമാണ്. ചിലവരൊരു ബെഡ്റൂം കംപ്ലീറ്റ്ലി വാക്കിംഗ് വാർഡ്രോബ് ആക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടുന്ന് ആക്സസ് ചെയ്യുന്നാൽ അതിലൂടെ ചിലവർക്ക് കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ്. ചിലവർക്ക് 4-3 ബെഡ്റൂംസ് ആവശ്യം ഉണ്ടാവില്ല. ഡ്രസ്സിംഗ് റൂം അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ഓഫീസ് റൂം അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യും. കസ്റ്റമൈസേഷൻ അതൊക്കെ ചെയ്താലും അത്രയും ബെഡ്റൂംസും ഏരിയ ഉള്ളതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലിനെ അത് ബാധിക്കില്ല. സ്പേഷ്യസ് ആണ്, അഡാപ്റ്റബിൾ ആണ്. കസ്റ്റമൈസേഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാ രീതിയിലും. ഓപ്പൺ രീതിയിലാണല്ലേ ചെയ്തത് കിച്ചൺ? അതെ, കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്, സ്പേഷ്യസ് രീതിയിലാണ് ചെയ്തത്. മെയിൻ ആയിട്ട് ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ അവർക്ക് കുറച്ച് കാര്യമായിട്ട് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്മെല്ല് അകത്തേക്ക് പോകരുത്. കാരണം എ സി ഒക്കെ ഉള്ളതുകൊണ്ട് സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻസുലേഷൻ പ്രൂഫ് ചെയ്തിട്ടുള്ള സ്ലൈഡിംഗ് ഡോർ ആണ്. അപ്പൊ അവർക്ക് ആ രീതിയിൽ കിച്ചൺ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ യൂസിന് ഉപയോഗിക്കാം. നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ്. പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ചിലവർ ഇതൊരു ഐലൻഡ് ടേബിൾ പോലെ ഉപയോഗിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല ചെയ്തേക്കണേ. നമ്മൾ ഓട്ടോമേഷൻ ചെയ്ത പല അപ്പാർട്ട്മെന്റ്സിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊരു മെയിൻ ഡൈനിങ് ആയിട്ടും ഇതിനൊരു ബ്രേക്ക്ഫാസ്റ്റ് 3 പേർക്കുള്ള ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ പ്രത്യേകം ചെയ്യും. ഇവിടെ പക്ഷെ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുത്തേക്കണം. ലൈറ്റ്സിൽ നമ്മളിവിടെ ഇപ്പൊ ലൈറ്റ്സ് മോഷൻ സെൻസർ വെച്ചിട്ടുണ്ട്. കിച്ചണിലെ ആളൊപ്പം മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഫ്രിഡ്ജ്, ഓവൻ, ഡിഷ് വാഷ്, വാട്ടർ ലീക്കേജ് ഡിറ്റക്ടർ, ഗ്യാസ് ഡിറ്റക്ടർ, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാവുന്നുള്ളൂ. എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ കസ്റ്റമൈസ് ചെയ്യാം. അത് കൂടാതെ വാഷ് ചെയ്യാനും അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും ഒരു വർക്ക് ഏരിയ പോലെ ഒരു എക്സ്റ്റെൻഡഡ് കിച്ചണും ഉണ്ട് ഇവിടെ. ഇത് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ പ്രൈവസി എഫക്റ്റീവായി ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വേസ്റ്റ് വരുന്നതും അങ്ങനത്തെ ഉള്ള ബാലൻസ് വരുന്ന ഒരു സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കാം. നല്ല രീതിയിൽ കബോർഡ് ചെയ്യാനുള്ള വലിയ ഓപ്പൺ സ്പേസസും ഉണ്ട്. പല രീതിയിലും ഇവരിവിടെ ചെയ്യുന്നതും ഉണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നല്ല സ്പേസസും ആണ്. അപ്പോ അങ്ങനെ അധികം സാധനങ്ങളൊന്നും അപ്പാർട്ട്മെന്റ് അകത്തേക്ക് കൺജസ്റ്റഡ് ആവുന്നില്ല. ഈസിനെസ് നമുക്ക് ഫീൽ ചെയ്യാം. അകത്ത് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാം. കിച്ചണിലൊന്നും അധികം ഐറ്റംസ് വരില്ല. അപ്പാർട്ട്മെന്റ് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ എന്തൊക്കെ നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റിൽ, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ എങ്ങനെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു വീടാണെങ്കിൽ അത് നമുക്ക് എന്തൊക്കെ ഓട്ടോമേഷൻ വർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ഇന്റീരിയർ വർക്ക് ചെയ്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ വീടാണെങ്കിൽ നമ്മൾ ലോകത്തിൽ ഏത് കോണിൽ നിന്നിട്ടും നമുക്ക് നമ്മുടെ വീട് അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഇനിയും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ കിട്ടാണ്. സോ ഇങ്ങനത്തെ ഒരു ഓട്ടോമേഷൻ വർക്ക് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അഖിലേനെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അഖിലേൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലും UAE യിലും വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി.
സോ ഡ്രീംസ് ലാൻഡ് ആയിട്ട് പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അലക്സ, വി ആർ ലിവിംഗ് ഹോം. Okay.